നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം ഊർജിതമാക്കി പ്രതികൾക്കുള്ള കുരുക്ക് മുറുക്കുകയാണ് അന്വേഷണ സംഘം. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും MLA യും ആയിരുന്ന A. പത്മകുമാറിന്റെ അറസ്റ്റ് പിന്നാലെ ഇനിയും കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. വെഞ്ഞാറമൂട് UAPA കേസിലും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പ്രതി പട്ടികയിൽ ഉൾപ്പെട്ട 15കാരന്റെ അമ്മയും സുഹൃത്തും നാടുവിട്ടതായി NIA സംശയിക്കുന്നു. രാജ്യത്തെ വെല്ലുവിളിക്കുന്ന ഭീകരതയുടെ അടിവേരുകൾ തേടി NIA ഇറങ്ങിത്തിരിക്കുമ്പോൾ നടുക്കുന്ന വാർത്തകൾ ഇനിയും പുറത്തുവരാം. സ്വാഗതം പോലീസ് പട്രോളിലേക്ക്. ശബരിമല സ്വർണ്ണക്കടത്ത് കേസിൽ മുൻ ദേവസ്വം പ്രസിഡന്റ് N. വാസുവിന് പിന്നാലെ ദേവസ്വം പ്രസിഡന്റും മുൻ MLA യും CPM നേതാവുമായിട്ടുള്ള A. പത്മകുമാറും അറസ്റ്റിലായി. ഏറെ നേരം നീണ്ടുനിന്ന ചോദ്യം ചെയ്യലിന് ശേഷമാണ് SIT സംഘം പത്മകുമാറിന്റെ അറസ്റ്റിലേക്ക് കടന്നത്. സ്വർണം ചെമ്പെന്ന് രേഖപ്പെടുത്തി എന്നതാണ് പത്മകുമാറിന് എതിരായിട്ടുള്ള കുറ്റം. ഉദ്യോഗസ്ഥരുടെ മൊഴിയാണ് പത്മകുമാറിന്റെ അറസ്റ്റ് വേഗത്തിലാക്കിയത്. കോടതിയിൽ ഹാജരാക്കിയ പത്മകുമാറിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഒരുപക്ഷെ കടുത്ത നീക്കങ്ങളിലേക്ക് SIT കടന്നേക്കുമെന്ന കൃത്യമായ സൂചനകൾക്കിടയിലാണ് 10:30 വഴുതക്കാട് പോലീസ് ആസ്ഥാനത്ത് ക്രൈംബ്രാഞ്ച് മേധാവി ADGP H. വെങ്കിടേഷിന്റെ ഓഫീസിൽ പത്മകുമാർ എത്തിയത്. അദ്ദേഹത്തെ 4 മണിക്കൂറോളം വിശദമായ ചോദ്യം ചെയ്തതിന് ശേഷമാണ് തുടർ നീക്കങ്ങളിലേക്ക് SIT കടന്നത്. മുരാരി ബാബുവും സുധീഷ് കുമാറും അടക്കം നൽകിയ മൊഴികളിൽ കൃത്യമായി N. വാസുവിനെയും അതോടൊപ്പം പത്മകുമാറിനെയും സംശയത്തിൽ നിർത്തുന്ന പ്രതിക്കൂട്ടിലാക്കുന്ന ചില പരാമർശങ്ങളുണ്ടായിരുന്നു. A. പത്മകുമാറിന്റെ വസതിയിൽ വെച്ചടക്കം ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ SIT നേരത്തെ കണ്ടെടുത്തതാണ്. ഇത് ശരിവെക്കുന്ന മൊഴി മുരാരി ബാബുവും അതോടൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയും അന്വേഷണ സംഘത്തിന് നൽകിയതോടെയാണ് പത്മകുമാറിന്റെ നില കൂടുതൽ പരിങ്ങലിലായത്. അങ്ങനെയാണ് മുൻ കോന്നി MLA യും അതോടൊപ്പം 2019 ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമായിരുന്ന A. പത്മകുമാറിന് മുമ്പിൽ എല്ലാ സാധ്യതകളും നേരത്തെ തന്നെ ആഭ്യന്തര വകുപ്പ് കൃത്യമായി പത്മകുമാർ അറസ്റ്റിലായേക്കുമെന്ന വ്യക്തമായ ഒരു നിഗമനത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പത്മകുമാറിനെ സംരക്ഷിക്കേണ്ട എന്നൊരു നിലപാടിലേക്ക് ആഭ്യന്തര വകുപ്പ് എത്തുകയും ചെയ്തത്. ഒരുപക്ഷെ സർക്കാരും അത്തരത്തിലൊരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. അങ്ങനെയാണ് സുപ്രധാനമായ അറസ്റ്റ് രേഖപ്പെടുത്തുകയും വൈകുന്നേരം ജനറൽ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പിന്നീട് കോടതിയിൽ മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കുന്നതിന് വേണ്ടി കൊല്ലത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും റിമാൻഡ് ചെയ്തതിനു ശേഷം കസ്റ്റഡിയിൽ വാങ്ങുന്നതിന് വേണ്ടി ഉടൻ തന്നെ അപേക്ഷ നൽകും. അങ്ങനെ N. വാസുവിനെയും അതോടൊപ്പം A. പത്മകുമാറിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ളൊരു നീക്കം SITയുടെ ഭാഗത്ത് നിന്ന് അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകും. വരുന്ന ദിവസമാണ് കേസിലെ 3ാമത്തെ ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കേണ്ടത്. ആ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുമ്പായി പത്മകുമാറിൽ നിന്ന് ലഭിക്കുന്ന പരമാവധി വിവരങ്ങൾ അടക്കം വെച്ചുകൊണ്ട് സമഗ്രമായ ഒരു റിപ്പോർട്ടാണ് 3ാമതായി ഹൈക്കോടതിയിൽ അന്വേഷണ സംഘം സമർപ്പിക്കുക. അതിനുശേഷം കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാകും അവരെ വീണ്ടും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള തുടർ നീക്കങ്ങൾ SITയുടെ ഭാഗത്തുനിന്നുണ്ടാകുകയെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും നിലവിൽ ദേവസ്വം ബോർഡിലെ ജീവനക്കാരും വിവാദ സ്പോൺസറും മാറി അവിടെ നിന്ന് 2019 ഭരണസമിതിക്ക് നേതൃത്വം നൽകിയ പത്മകുമാറിലേക്ക് അന്വേഷണ സംഘം എത്തുമ്പോൾ അവിടെ നിന്ന് ഇനി ആരിലേക്കെന്ന ഏറ്റവും ആകാംക്ഷ ഉണർത്തുന്ന ചോദ്യമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനോട് അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയ കേരളത്തിൽ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അന്താരാഷ്ട്ര അവയവക്കടത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് NIAക്ക് ലഭിക്കുന്നത്. കസ്റ്റഡിയിലുള്ള മുഖ്യപ്രതി മധു ജയകുമാറാണ് റാക്കറ്റിലെ മുഖ്യ കണ്ണി എന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം. മധു ജയകുമാറിൽ നിന്നും അവയവക്കടത്തുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളാണ് അന്വേഷിക്കുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള 14 ഇരകളെയും NIA കണ്ടെത്തിയിട്ടുണ്ട്. മനുഷ്യക്കടത്ത് റാക്കറ്റിന് കേരളത്തിലെ ചില സ്വകാര്യ ആശുപത്രികളുടെ സഹായം അത് ലഭിച്ചിട്ടുണ്ട് എന്ന വിവരവും ലഭിച്ചിട്ടുണ്ട്.
ഇറാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര റാക്കറ്റിന്റെ മുഖ്യകണ്ണിയായ മധു ജയകുമാറിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടുകയാണ് NIA. മനുഷ്യക്കടത്തിന് വിധേയരായ 14 ഇന്ത്യക്കാരെയും NIA കണ്ടെത്തിയിട്ടുണ്ട്. മധു ജയകുമാറിന്റെ കസ്റ്റഡി അവസാനിച്ചതിനാൽ കാലാവധി നീട്ടിക്കിട്ടാൻ വീണ്ടും കോടതിയിൽ അപേക്ഷ നൽകിയേക്കും. മധു ജയകുമാറിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ഇനിയും ലഭിക്കാനുണ്ടെന്നാണ് NIA വൃത്തങ്ങൾ അറിയിക്കുന്നത്. മധു ജയകുമാറിൽ നിന്നും അവയവക്കടത്തുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളാണ് അന്വേഷിക്കുന്നത്. നെടുമ്പാശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് ഏറ്റെടുത്തതിനു ശേഷം കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ NIA കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. തൃശൂർ സ്വദേശി സാബിത്ത്, എറണാകുളം സ്വദേശി സാബിത്, ഹൈദരാബാദ് സ്വദേശി ബെല്ലംകൊണ്ട രാമപ്രസാദ് എന്നിവരെയാണ് കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തത്. 2019 ജനുവരി മുതൽ 2024 മെയ് വരെ കേരളത്തിൽ നിന്ന് ആളുകളെ കടത്തിയിട്ടുണ്ടെന്നാണ് NIA കുറ്റപത്രത്തിൽ പറയുന്നത്. ഇറാനിലായിരുന്ന മധു ജയകുമാറിനെതിരെ ഇന്റർപോൾ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. തുടർന്ന് ഇറാനിൽ നിന്ന് ഡീപ്പോർട്ട് ചെയ്ത മധുവിനെ ഈ മാസം 7-ാം തീയതിയാണ് NIA അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ ഈ മാസം 19 വരെ NIA കസ്റ്റഡിയിൽ വിട്ടു. തുടർന്ന് നടന്ന ചോദ്യം ചെയ്യലിലാണ് നിർണായക വിവരങ്ങൾ പുറത്തുവന്നത്. വൻ തുക വാഗ്ദാനം നൽകിയാണ് ആളുകളെ ഇറാനിലെത്തിച്ചതെങ്കിലും സർജറി കഴിഞ്ഞ ശേഷം അവരെ കബളിപ്പിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായതെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത്. സ്വീകർത്താക്കളിൽ നിന്ന് 50 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ ഈടാക്കിയാണ് അവയവക്കടത്ത് നടത്തിയതെങ്കിലും ദാതാക്കൾക്ക് നൽകിയത് 2 ലക്ഷം മുതൽ 4 ലക്ഷം രൂപ വരെയാണെന്നാണ് NIAയുടെ കണ്ടെത്തൽ. അതേസമയം മനുഷ്യക്കടത്ത് റാക്കറ്റിന് കേരളത്തിലെ ചില സ്വകാര്യ ആശുപത്രികളുടെ സഹായം ലഭിച്ചിട്ടുണ്ടെന്ന വിവരവും NIAയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചിയിലെ ചില സ്വകാര്യ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് NIA അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. മനുഷ്യക്കടത്ത് സംഘവുമായുള്ള ആശുപത്രികളുടെ ഇടപാടുകൾ അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. ന്യൂസ് 18 കൊച്ചി. തിരുവനന്തപുരം വെഞ്ഞാറമൂട് UAP കേസിൽ അന്വേഷണം ഊർജിതമാക്കുകയാണ് NIA. പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട 15-കാരന്റെ അമ്മയും സുഹൃത്തും നാടുവിട്ടതാണ് സംശയം. കുട്ടിയെ IS-ൽ ചേരാൻ പ്രേരിപ്പിച്ച രണ്ടാനച്ഛൻ അൻസാർ കനകമല IS റിക്രൂട്ട്മെന്റ് കേസിലെ പ്രതി സിദ്ദിഖിന്റെ സഹോദരനാണ്. വെഞ്ഞാറമൂട് UAPA കേസിൽ റൂറൽ SP സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയ റിപ്പോർട്ടിന്മേൽ സംസ്ഥാന പോലീസ് മേധാവി ആഭ്യന്തര വകുപ്പിന് കേസിന്റെ അന്വേഷണം ഏറ്റെടുക്കാൻ NIAയോട് ആവശ്യപ്പെടണമെന്ന റിപ്പോർട്ട് ഇവിടെ നിന്ന് കൈമാറുന്നതിന് മുമ്പ് തന്നെ NIA കേസുമായി ബന്ധപ്പെട്ട സമാന്തര അന്വേഷണം ആരംഭിച്ചിരുന്നു. അതിന്റെ ഭാഗമായാണ് NIAയുടെ കൊച്ചി യൂണിറ്റ് കേസിന്റെ അന്വേഷണം ഏറ്റെടുക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം വെഞ്ഞാറമൂടിലേത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്നൊരു വിലയിരുത്തലിലാണ് ദേശീയ അന്വേഷണ ഏജൻസി. മാത്രമല്ല ഈ കേസിന്റെ ഗൌരവം വർദ്ധിപ്പിക്കുന്നത് ഈ 15 വയസ്സുകാരനെ IS-ലേക്ക് റിക്രൂട്ട് ചെയ്യാൻ ശ്രമിച്ച കുട്ടിയുടെ രണ്ടാനച്ഛന്റെ സഹോദരൻ കനകമല IS റിക്രൂട്ട്മെന്റ് കേസിലെ പ്രധാന പ്രതിയായിട്ടുള്ള സിദ്ദിഖാണ് എന്ന കാര്യം NIA സ്ഥിരീകരിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ കനകമല IS റിക്രൂട്ട്മെന്റ് കേസിൽ ഉൾപ്പെട്ട അതുമായി ബന്ധപ്പെട്ട സംശയനിഴലിലായിരുന്ന മുഴുവൻ ആളുകളുടെ മേലും ഈ കേസിന്റെ പശ്ചാത്തലത്തിൽ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ്. ദേശീയ അന്വേഷണ ഏജൻസിക്ക് പുറമെ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയും ഇതുമായി ബന്ധപ്പെട്ട വിവരശേഖരണം നടത്തുന്നുണ്ട്. സംസ്ഥാന പോലീസിന് പ്രാഥമികമായ അന്വേഷണം നടത്തി കേസിന്റെ നിജസ്ഥിതി ബോധ്യപ്പെട്ട പശ്ചാത്തലത്തിലാണ് കേസിൽ UAPA ചുമത്തുന്ന സാഹചര്യമുണ്ടായത്. കുട്ടി നൽകിയ മൊഴിയിലെ കാര്യങ്ങൾ വസ്തുതാപരമാണെന്ന് കണ്ടെത്തിയത് ആറ്റിങ്ങൽ DYSPയുടെ നേതൃത്വത്തിലായിരുന്നു. തുടർന്നാണ് കേസിൽ UAPA ചുമത്തിയത്. എന്തായാലും ഇതിലെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടാണ് മറ്റ് നടപടിക്രമങ്ങൾക്ക് വേണ്ടി കാത്തുനിൽക്കാതെ NIAയുടെ കൊച്ചി യൂണിറ്റ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. പക്ഷേ FIR ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് വിവരം. പ്രാഥമികമായ വിവരശേഖരണത്തിന് ശേഷം മാത്രമേ NIA ഇതിൽ FIR രജിസ്റ്റർ ചെയ്യുകയുള്ളൂ. എന്തായാലും ഈ കേസിന്റെ മറ്റ് സാധ്യതകൾ തേടിയാണ് അന്വേഷണം മറ്റ് ഇടങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്ന ഒരു നീക്കം NIAയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. കനകമല IS റിക്രൂട്ട്മെന്റ് കേസുമായി ബന്ധമുള്ള സിദ്ദിഖ് ഉൾപ്പെടെയുള്ള സംഘം എങ്ങനെ ഈ വെഞ്ഞാറമൂട് കേസിലെ ഈ 15 വയസ്സുകാരനെ IS-ലേക്ക് റിക്രൂട്ട് ചെയ്യാനുള്ള നീക്കങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചുവെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിശോധനയാണ് NIA ആരംഭിച്ചിരിക്കുന്നത്. മാത്രവുമല്ല ഈ വെമ്പായം കേന്ദ്രീകരിച്ചുകൊണ്ട് മറ്റേതെങ്കിലും തരത്തിലുള്ള ഇത്തരത്തിലുള്ള ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടന്നിരുന്നോ എന്ന് കണ്ടെത്തുന്നതിനുള്ള ഒരു പരിശോധനയും NIA പോലീസിന്റെ സഹകരണത്തോടെ നടത്തുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി ഈ വെമ്പായം സ്വദേശിയായ ഈ അൻസാറിനെ കേന്ദ്രീകരിച്ചാണ്, ഈ കുട്ടിയുടെ രണ്ടാനച്ഛനായ അൻസാറിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത്. നിലവിൽ കുട്ടിയുടെ രണ്ടാനച്ഛനും അമ്മയും
എവിടെയാണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു സ്ഥിരീകരണമില്ല. ഇവർ ഒരുപക്ഷെ പുറത്തേക്ക് കടന്നിട്ടുണ്ടായിരിക്കാം എന്നൊരു നിഗമനത്തിലാണ് അന്വേഷണ സംഘം. അങ്ങനെയെങ്കിൽ ഉടൻ ഇവരെ നാട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളും NIA ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നാണ് സൂചന. പത്തൊൻപതുകാരന്റെ ജീവനെടുത്ത മരണക്കളിയുടെ ഞെട്ടലിൽ നിന്ന് ഇപ്പോഴും കേരളം മുക്തമായിട്ടില്ല. ഫുട്ബോൾ കളിക്കിടെ തിരുവനന്തപുരം തൈക്കാട് അലൻ എന്ന 19കാരനെ കത്തിക്കിരയാക്കിയ സംഭവത്തിൽ മുഖ്യപ്രതികളെല്ലാം ഒളിവിലായിരുന്നു. ഒടുവിൽ പോലീസ് നടത്തിയ ഊർജിതമായ തെരച്ചിലിനിടെ ഒളിവിൽ കഴിഞ്ഞ മുഖ്യപ്രതി ഉൾപ്പെടെ 5 പേർ വഞ്ചിയൂർ കോടതിയിൽ കീഴടങ്ങി. തൈക്കാട് ശാസ്താക്ഷേത്രത്തിന് സമീപം നഗരത്തിലെ ഒരു പ്രമുഖ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ തമ്മിൽ ഫുട്ബോൾ കളിയുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം പറഞ്ഞു തീർക്കുന്നതിനിടെയാണ് ചെങ്കൽച്ചോളയിൽ നിന്നെത്തിയ അലൻ എന്ന 19കാരന്റെ നേരെ അപ്രതീക്ഷിതമായി 5 അംഗ സംഘത്തിന്റെ ക്രൂരമായ അക്രമമുണ്ടായത്. ഹെൽമറ്റ് കൊണ്ട് തലക്കടിച്ച ശേഷം കേസിലെ 1ാം പ്രതിയായ 21 വയസ്സുകാരനായ അജിൻ മൂർച്ചയേറിയ ഇരുമ്പ് കമ്പി അലന്റെ ഇടതു നെഞ്ചിൽ കുത്തിയിറക്കുകയായിരുന്നു. ഹൃദയത്തിലേറ്റ ആഴത്തിലുള്ള മുറിവാണ് അലന്റെ ജീവൻ അപഹരിച്ചത്. കൃത്യത്തിന് ശേഷം ഒളിവിൽ പോയ കേസിലെ 1ാം പ്രതിയും മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടതുമായ അജിൻ ഉൾപ്പെടെയുള്ള 5 പേർക്ക് വേണ്ടി അന്വേഷണം തുടരുന്നതിനിടെയാണ് പ്രതികൾ നാടകീയമായി വഞ്ചിയൂർ കോടതിയിൽ കീഴടങ്ങിയത്. അക്രമി സംഘത്തിൽ ഉൾപ്പെട്ട അഭിജിത്ത്, കിരൺ, നന്ദു തുടങ്ങിയവരാണ് കോടതിയിൽ പോലീസിന്റെ കണ്ണുവെട്ടിച്ച് കീഴടങ്ങിയ മറ്റ് പ്രതികൾ. കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമാകും തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള തുടർ നടപടികൾ. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. നടിയെ ആക്രമിച്ച കേസിൽ വിധി ദിനത്തിനായി ഇനിയും കാത്തിരിക്കണം. 8 വർഷത്തോളം നീണ്ട കോടതി നടപടികൾക്കൊടുവിൽ കേസിലെ വിധി ദിനം ഈ മാസം 25-ന് തീരുമാനിക്കും. നടൻ ദിലീപ് 8ാം പ്രതിയായ കേസിൽ പൾസർ സുനിയാണ് മുഖ്യപ്രതി. 2017 ഫെബ്രുവരിയിൽ ഓടുന്ന വാഹനത്തിൽ വെച്ച് നടി ആക്രമിക്കപ്പെടുകയായിരുന്നു. അന്ന് തൊട്ട് ഇന്ന് വരെ നീണ്ട സങ്കീർണമായിട്ടുള്ള നിയമ നടപടികൾക്കൊടുവിൽ അന്തിമ വിധി എന്താകും? ആ ആശങ്കയിലാണ് ഓരോരുത്തരും. മാർച്ചിലാണ് കേസിൽ വിചാരണ നടപടികൾ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ആരംഭിച്ചത്. 7 വർഷത്തോളം വിചാരണ നീണ്ടു. നടി പലതവണ മേൽക്കോടതിയെ സമീപിച്ചതും പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെ രാജിയും കാരണം വിചാരണ നീട്ടിവെക്കേണ്ടി വന്നിരുന്നു. 261 സാക്ഷികളെ വിസ്തരിച്ച കേസിൽ 1600 രേഖകളും കോടതി പരിശോധിച്ചിട്ടുണ്ട്. ജയിലിലായിരുന്ന ദിലീപും പൾസർ സുനിയും അടക്കമുള്ളവർ ഇപ്പോൾ ജാമ്യത്തിലാണ്. 2024 സെപ്റ്റംബറിലാണ് നടിയെ ആക്രമിച്ച കേസിൽ സുനി ജാമ്യത്തിൽ പുറത്തിറങ്ങിയത്. കർശന വ്യവസ്ഥകളോടെയാണ് 7.5 വർഷത്തിനു ശേഷം പൾസർ സുനിക്ക് കോടതി ജാമ്യം അനുവദിച്ചത്. 2017 ഫെബ്രുവരിയിൽ അങ്കമാലിയിൽ വെച്ച് ഓടുന്ന കാറിൽ നടിയെ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയും നഗ്ന വീഡിയോ ചിത്രീകരിക്കുകയും ചെയ്തെന്നാണ് കേസ്. സിനിമാ ലൊക്കേഷനിൽ നിന്ന് മടങ്ങുകയായിരുന്ന നടിയെ പൾസർ സുനിയുടെ നേതൃത്വത്തിൽ കൊട്ടേഷൻ സംഘം തക്കം പാർത്ത് ആക്രമിക്കുകയായിരുന്നു. ഈ ആക്രമണം നടൻ ദിലീപ് നൽകിയ കൊട്ടേഷന്റെ ഭാഗമായിരുന്നു എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. ന്യൂസ് 18 കൊച്ചി. സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടവും കയ്യാങ്കളിയും പുതിയ കാര്യമല്ല. എന്നാൽ ഈ മത്സര ഓട്ടത്തിന്റെ ഫലമായി നിരത്തുകളിൽ നിരവധി ജീവൻ പൊലിഞ്ഞിട്ടും അധികൃതർ എന്ത് നടപടി എടുത്തു എന്നതാണ് ചോദ്യം. കണ്ണൂർ പയ്യന്നൂരിൽ നിന്നുള്ള ഒരു വാർത്തയിലേക്കാണ് ഇനി. ബസ്സിന് കടന്നുപോകാൻ വഴിയില്ല എന്നാരോപിച്ച് സ്വകാര്യ ബസ്സിലെ ജീവനക്കാർ KSRTC ബസ് ഡ്രൈവറെയും കണ്ടക്ടറെയും അതിക്രൂരമായി മർദ്ദിച്ചു. മാനന്തവാടി കാസർഗോഡ് റൂട്ടിലോടുന്ന KSRTC ബസ്സിലെ ജീവനക്കാരെയാണ് സ്വകാര്യ ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറും ചേർന്ന് തല്ലിച്ചതച്ചത്. തലശ്ശേരി കാസർഗോഡ് റൂട്ടിലോടുന്ന ഫാത്തിമ ബസിന്റെ ജീവനക്കാരാണ് ആക്രമണം നടത്തിയത്. മാനന്തവാടി കാസർഗോഡ് റൂട്ടിലോടുന്ന KSRTC ബസിലെ ജീവനക്കാരെയാണ് തലങ്ങും വിലങ്ങും മർദ്ദിച്ചത്. സ്വകാര്യ ബസ്സിന് കടന്നുപോകാൻ വഴിയില്ലെന്നാരോപിച്ചായിരുന്നു ഫാത്തിമ ബസിലെ ജീവനക്കാർ ബസ്സിൽ നിന്നും ചാടിയിറങ്ങി KSRTC ജീവനക്കാരെ നേരിട്ടത്.
കയ്യേറ്റ ശ്രമത്തിനിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട ഡ്രൈവർ റെജിയെ പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്ഥലത്ത് സ്വകാര്യ ബസ് ജീവനക്കാർ മത്സരോട്ടം നടത്തുന്നതായി ഏറെക്കാലമായി പരാതി ഉയർന്നിരുന്നു. ഇത്തരം അപകടയാത്രകളെക്കുറിച്ച് നാട്ടുകാരും യാത്രക്കാരും പലതവണ പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ല. ഈ മത്സര ഓട്ടത്തിന്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ സംഭവമെന്ന് ആരോപണം ഉയർന്നിട്ടുണ്ട്. എന്തായാലും ജീവനക്കാർക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ KSRTC ഡ്രൈവർ റെജി, കണ്ടക്ടർ ജോയ് ജോസഫ് എന്നിവർ പോലീസിൽ പരാതി നൽകി. ന്യൂസ് 18 കണ്ണൂർ. പട്ടപ്പകൽ കോഴിക്കോട് പന്തീരാങ്കാവ് അങ്ങാടിയിൽ നടന്ന മോഷണശ്രമം ഒരേ സമയം കൗതുകവും ഞെട്ടലും സൃഷ്ടിക്കുന്നതാണ്. പന്തീരാങ്കാവ് അങ്ങാടിയിലെ സൗപർണിക ജ്വല്ലറിയിൽ മോഷണം നടത്തിയത് സ്വർണ്ണാഭരണം ആവശ്യപ്പെട്ടെത്തിയ യുവതിയാണ്. ആവശ്യപ്പെട്ട ആഭരണം എടുക്കാൻ കടയുടമ തിരിഞ്ഞതോടെ ഇയാളുടെ മുഖത്തേക്ക് കയ്യിൽ കരുതിയിരുന്ന മുളക് സ്പ്രേ അടിക്കുകയായിരുന്നു. പിടിക്കപ്പെട്ടപ്പോൾ കയ്യിൽ കുപ്പിയിൽ കരുതി വെച്ച പെട്രോൾ എടുത്ത് ദേഹത്തേക്ക് ഒഴിക്കുകയും ചെയ്തു. കോഴിക്കോട് പന്തീരാങ്കാവ് അങ്ങാടിയിലെ സൗപർണിക ജ്വല്ലറിയിലായിരുന്നു സംഭവം. യുവതി സ്വർണം ആവശ്യപ്പെട്ടപ്പോൾ എടുക്കാനായി തിരിഞ്ഞ കടയുടമ രാജന് നേരെ കുരുമുളക് സ്പ്രേ അടിക്കുകയായിരുന്നു. മോഷണശ്രമം മനസ്സിലാക്കിയ കടയുടമ ഉടൻ തന്നെ യുവതിയെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു. അതോടെ യുവതി കയ്യിൽ കരുതിയ മറ്റു കുപ്പിയിലുണ്ടായിരുന്ന പെട്രോൾ എടുത്ത് സ്വന്തം ദേഹത്തൊഴിച്ചു. അതിനിടയിൽ ബഹളം കേട്ട് ഓടിയെത്തിയവർ ചേർന്ന് മോഷണശ്രമം നടത്തിയ യുവതിയെ ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തുകയായിരുന്നു. പന്തീരാങ്കാവ് പോലീസ് സ്ഥലത്തെത്തി യുവതിയെ കസ്റ്റഡിയിലെടുത്തു. പെരുവയൽ പെരിയങ്ങാട് തടായി സ്വദേശിനിയായ സൗദാബിയാണ് പിടിയിലായത്. നേരത്തെയും യുവതി ജ്വല്ലറിയിലെത്തിയതായി ജ്വല്ലറി ഉടമ പറഞ്ഞു. എന്നാൽ അന്ന് കൂടെയുണ്ടായിരുന്ന ആൾ പണവുമായി എത്തിയില്ലെന്ന് പറഞ്ഞ് തിരികെ പോവുകയായിരുന്നു. അതിനിടയിലാണ് യുവതി വീണ്ടും ജ്വല്ലറിയിലെത്തി മോഷണശ്രമം നടത്തിയത്. പണം കടം ചോദിക്കുന്നതിന് വേണ്ടിയാണ് ജ്വല്ലറിയിൽ എത്തിയത് എന്നാണ് ഇവർ പോലീസിനോട് പറഞ്ഞത്. അതിനിടയിൽ പെട്ടെന്ന് സംഭവിച്ചു പോയതാണ് ഇതെല്ലാം എന്നാണ് യുവതിയുടെ മൊഴി. എന്നാൽ ഇവർ മുമ്പ് പണം ആവശ്യപ്പെട്ടിരുന്നില്ലെന്ന് ജ്വല്ലറി ഉടമ മൊഴി നൽകി. യുവതിയുമായുള്ള ബലപ്രയോഗത്തിൽ പരിക്കേറ്റ ഉടമ പ്രാഥമിക ചികിത്സ തേടി. ന്യൂസ് 18 കോഴിക്കോട്. പോക്സോ കേസിൽ 54-കാരനായ പ്രതിക്ക് 3 വർഷം കഠിന തടവും പിഴയും ശിക്ഷ വിധിച്ച് പട്ടാമ്പി പോക്സോ കോടതി. മണ്ണാർക്കാട് സ്വദേശി നാരായണൻകുട്ടിയാണ് കോടതി ശിക്ഷിച്ചത്. പ്രതിയുടെ കടയിൽ സാധനം വാങ്ങാനെത്തിയ പെൺകുട്ടിക്ക് നേരെയായിരുന്നു ലൈംഗിക അതിക്രമം. ജനുവരി 20 കേസിനാസ്പദമായ സംഭവം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയെന്ന പരാതിയിലാണ് മണ്ണാർക്കാട് തച്ചനാട്ടുകര സ്വദേശി ചാമപ്പറമ്പ് വെള്ളിത്തോട്ടിങ്ങലിൽ 54 വയസ്സുകാരനായ നാരായണൻകുട്ടിയെ കോടതി ശിക്ഷിച്ചത്. 3 വർഷം കഠിന തടവും 25,000 രൂപ പിഴയുമാണ് പട്ടാമ്പി പോക്സോ കോടതി വിധിച്ചത്. പട്ടാമ്പി പോക്സോ കോടതി ജഡ്ജി ബിനീഷം പിള്ളയാണ് വിധി പറഞ്ഞത്. പിഴത്തുക അതിജീവിതയ്ക്ക് നൽകാനും കോടതി വിധിച്ചു. പിഴ അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ 5 മാസം കൂടി തടവ് അനുഭവിക്കണം. പ്രതിയുടെ കടയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ പോയ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയെന്നതാണ് കേസ്. മണ്ണാർക്കാട് പോലീസാണ് കേസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ കെ സന്ദീപ് ഹാജരായി. 16 രേഖകൾ ഹാജരാക്കി. 12 സാക്ഷികളെയാണ് കേസിൽ വിസ്തരിച്ചത്. ന്യൂസ് 18 പട്ടാമ്പി. കുട്ടികളോടുള്ള ക്രൂരതയുടെ മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്തയിലേക്കാണ്. 3 വയസ്സുകാരിയോട് ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ പ്രതി പോലീസിന്റെ പിടിയിലായി. കൊല്ലം തൃക്കോവിൽഘട്ടം സ്വദേശി വിനീഷാണ് കസ്റ്റഡിയിലായത്.
കുട്ടിയുടെ രക്ഷിതാക്കളുടെ പരാതിയെ തുടർന്ന് കൊട്ടിയം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെ പിടികൂടി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കൊല്ലം തൃക്കോവിൽവട്ടം സ്വദേശി 43-കാരൻ വിനീഷാണ് അറസ്റ്റിലായത്. കുട്ടിയുടെ രക്ഷിതാക്കൾ കൊട്ടിയം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു. പ്രാഥമിക അന്വേഷണത്തിലും മെഡിക്കൽ പരിശോധനയിൽ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. വാത്സല്യം നടിച്ച് കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കുകയായിരുന്നുവെന്ന് മാതാപിതാക്കളുടെ പരാതിയിൽ പറയുന്നു. കൊട്ടിയം എസ്.ഐ നിതിൻ നളന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. വൈദ്യപരിശോധനയ്ക്ക് പിന്നാലെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. മയക്കുമരുന്ന് സംഘങ്ങൾക്കെതിരെ സംസ്ഥാനത്ത് പോലീസും എക്സൈസും നടപടികൾ തുടരുമ്പോഴും അതിർത്തി കടന്ന് ലഹരി സംഘങ്ങൾ സജീവമാവുകയാണ്. പാലക്കാട് മണ്ണാർക്കാട് നടന്ന പരിശോധനയിൽ 16 കിലോ കഞ്ചാവാണ് എക്സൈസ് പിടിച്ചെടുത്തത്. ഒഡീഷ സ്വദേശികളായിട്ടുള്ള ഗണേഷ് ബിഷ്ണോയും രഞ്ജൻ കുമാറും KSRTC ബസ് വഴിയാണ് കഞ്ചാവ് കടത്തിയത്. കോഴിക്കോട് ഭാഗത്തേക്ക് സഞ്ചരിച്ചിരുന്ന ബസ്സിലെ യാത്രക്കാരാണ് പ്രതികൾ. മണ്ണാർക്കാട് അരിയൂരിൽ വെച്ച എക്സൈസ് സംഘം ബസ് തടഞ്ഞു നിർത്തി പ്രതികളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഒഡീഷ സ്വദേശികളായ ഗണേഷ് ബിഷോയ്, രഞ്ജൻ കുമാർ എന്നിവരിൽ നിന്ന് 16 കിലോ കഞ്ചാവാണ് പിടിച്ചെടുത്തത്. പിടികൂടിയ കഞ്ചാവിന് 5 ലക്ഷത്തോളം രൂപ വില വരും. പറളി എക്സൈസ് ഇൻസ്പെക്ടർ ശ്രീലത, മണ്ണാർക്കാട് എക്സൈസ് ഇൻസ്പെക്ടർ ജയചന്ദ്രൻ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് അതിർത്തിയിൽ നിന്ന് വൻതോതിൽ ലഹരിയും പണവും കടത്താൻ ശ്രമമുണ്ടെന്ന എക്സൈസിന് വിവരം ലഭിച്ചിരുന്നു. ഇതേ തുടർന്ന് എക്സൈസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരമായിരുന്നു പറളി, മണ്ണാർക്കാട് എക്സൈസ് വിഭാഗങ്ങൾ സംയുക്തമായി പരിശോധന നടത്തിയത്. പാലക്കാട് ജില്ലയിലെ 50 കിലോമീറ്റർ അതിർത്തി കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന. ന്യൂസ് 18 പാലക്കാട്. പാലക്കാട് മാത്രമല്ല, തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലും മയക്കുമരുന്ന് മാഫിയ സംഘം തഴച്ചു വളരുകയാണ്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ ബ്രൗൺ ഷുഗറുമായിട്ടാണ് ബംഗാൾ സ്വദേശി പിടിയിലായത്. ട്രെയിനിൽ തിരുവനന്തപുരത്ത് എത്തിച്ച് ബ്രൗൺ ഷുഗർ കാട്ടാക്കടയിൽ വിതരണം ചെയ്യാൻ എത്തുമ്പോഴാണ് ഇയാൾ പിടിയിലായത്. ബ്രൗൺ ഷുഗറിന് പേരുകേട്ട മാൽദയിൽ നിന്നാണ്. ഇയാൾ ആർക്കു വേണ്ടി എവിടെ എത്തി എന്നുള്ളത് അന്വേഷിക്കുകയാണ് എക്സൈസ് പോലീസ്. നെയ്യാറ്റിൻകര എക്സൈസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. 4 ലക്ഷം രൂപ വരെ വിലയുള്ള ബ്രൗൺ ഷുഗറുമായി വെസ്റ്റ് ബംഗാൾ സ്വദേശിയായ 24 വയസ്സുള്ള സാദി റഹമത്തുള്ളയാണ് അറസ്റ്റിലായത്. ബ്രൗൺ ഷുഗറിന് പേരുകേട്ട മാൽഡയിൽ നിന്നാണ് ബ്രൗൺ ഷുഗർ ഇയാൾ എത്തിച്ചതെന്ന് എക്സൈസ് പറഞ്ഞു. വെസ്റ്റ് ബംഗാൾ സ്വദേശി സാദി റഹ്മത്തിനെ നമ്മൾ ബ്രൗൺ ഷുഗറുമായും കഞ്ചാവുമായിട്ടും പിടിച്ചിട്ടുണ്ട്. ബ്രൗൺ ഷുഗർ അദ്ദേഹത്തിന്റെ കൈവശത്ത് നിന്നും 95.912 ഗ്രാം ബ്രൗൺ ഷുഗറും കൂടാതെ 22 ഗ്രാം കഞ്ചാവും പിടികൂടിയിട്ടുണ്ട്. അദ്ദേഹം വെസ്റ്റ് ബംഗാൾ സ്വദേശിയാണ്. ഇവിടെ ആർക്കോ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അതിന്റെ അന്വേഷണം ഞങ്ങൾ ഇനി തുടർന്ന് അന്വേഷിക്കുന്നുണ്ട്. ആരാണെന്നുള്ളത് കണ്ടുപിടിച്ച് അതിന്റെ തുടരന്വേഷണം നടത്തുന്നതാണ്. തിരുവനന്തപുരത്ത് ഇത് 2ാം തവണയാണ് ബ്രൗൺ ഷുഗറുമായി ഇയാൾ എത്തുന്നത്. ഇതിനു മുമ്പ് കൊല്ലത്തും മയക്കുമരുന്ന് വിതരണത്തിനായി എത്തിച്ചിരുന്നു. വെസ്റ്റ് ബംഗാളിൽ ഗ്രാമിന് 600 മുതൽ 1000 രൂപ വരെ വിലയുള്ള ബ്രൗൺ ഷുഗർ കേരളത്തിൽ 4000 രൂപയ്ക്ക് മുകളിലാണ് വിൽക്കുന്നത്. പ്രതി കാട്ടാക്കടയിൽ ആർക്കു വേണ്ടിയാണ് ബ്രൗൺ ഷുഗർ എത്തിച്ചത് എന്ന് കണ്ടെത്താനുള്ള നീക്കത്തിലാണ് എക്സൈസ്. കാട്ടാക്കടയിൽ വ്യാപകമായി ബ്രൗൺ ഷുഗർ എത്തുന്നതായി മുമ്പും എക്സൈസിന് വിവരം ലഭിച്ചിരുന്നു.
ന്യൂസ് 18 തിരുവനന്തപുരം. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ രാഷ്ട്രീയ എതിരാളികൾ തമ്മിലുള്ള പോർവിളികളും രക്തച്ചൊരിച്ചിലുകളും തുടരുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ കൊല്ലം പുനലൂരിലാണ് BJP CPM പ്രവർത്തകർ ഏറ്റുമുട്ടിയത്. ആക്രമണത്തിൽ BJP പ്രവർത്തകന്റെ കൈക്ക് വെട്ടേറ്റു. BJP പുനലൂർ വെസ്റ്റ് ഏരിയ കമ്മിറ്റി അംഗം R രതീഷിന്റെ വലതു കൈക്കാണ് വെട്ടേറ്റത്. ആക്രമണത്തിന് പിന്നിൽ CPM പ്രവർത്തകരാണെന്ന് BJP ആരോപണമുന്നയിക്കുമ്പോൾ പാർട്ടിക്ക് ബന്ധമില്ല എന്നാണ് CPMന്റെ ന്യായീകരണം. വീണ്ടും സംഘർഷമുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് പ്രദേശത്ത് വൻ പോലീസ് സന്നാഹത്തെയാണ് വിന്യസിച്ചിരിക്കുന്നത്. പുനലൂർ ശാസ്താംകോണം വാർഡിൽ ഫ്ലക്സ് വെക്കുന്നതിനെ ചൊല്ലി ഇരുവിഭാഗം പ്രവർത്തകർ തമ്മിലുണ്ടായ വാക്കുതർക്കം സംഘർഷത്തിലേക്ക് നീങ്ങുകയായിരുന്നു. കൊടുവാൾ കൊണ്ട് ആക്രമിക്കാനുള്ള ശ്രമം തടയുന്നതിനിടെയാണ് രതീഷിന്റെ കൈപ്പത്തിയുടെ മുകൾ ഭാഗത്ത് വെട്ടേറ്റത്. BJPയുടെ ഫ്ലക്സ് ബോർഡ് മറയ്ക്കുന്ന തരത്തിൽ CPM പ്രവർത്തകർ ഫ്ലക്സ് സ്ഥാപിക്കാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിനിടയാക്കിയതെന്ന് BJP നേതാക്കൾ ആരോപിച്ചു. NDA സ്ഥാനാർത്ഥി മണിക്കുട്ടനെ വെട്ടാനുള്ള ശ്രമം തടയുന്നതിനിടയിലാണ് രതീഷിന് വെട്ടേറ്റതെന്നും BJPക്കാർ പറയുന്നു. കൊടുവാൾ കൊണ്ടുള്ള ആക്രമണത്തിൽ ശാസ്താകോണം സ്വദേശികളായ BJP പ്രവർത്തകൻ രവികുമാറിനും നേരിയ പരിക്കേറ്റു. എന്നാൽ BJP പ്രവർത്തകർ തങ്ങളുടെ ഫ്ലക്സ് എടുത്ത് മാറ്റുകയായിരുന്നുവെന്ന് CPM പ്രവർത്തകർ പറയുന്നു. BJP പ്രവർത്തകരാണ് ആയുധങ്ങളുമായി എത്തിയതെന്നും CPM ആരോപിക്കുന്നു. പരിക്കേറ്റ CPM BJP പ്രവർത്തകർ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ഇരുവിഭാഗത്തിന്റെയും പരാതിയിൽ പുനലൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. വീണ്ടും സംഘർഷമുണ്ടാക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത സ്ഥലത്ത് വൻ പോലീസ് സംഘം ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ന്യൂസ് 18 പുനലൂർ. ഇടുക്കി വാഴത്തോപ്പ് സ്കൂളിൽ ബസ് കയറി 4 വയസ്സുകാരി മരിച്ച സംഭവത്തിൽ സ്കൂൾ അധികൃതർക്കെതിരെയും നടപടി ആവശ്യപ്പെട്ട കുടുംബം രംഗത്ത്. സ്കൂളിൽ കുട്ടികളെ നിരീക്ഷിക്കുന്നതിൽ അധികൃതർക്ക് വീഴ്ചയുണ്ടായി. ഡ്രൈവറെ മാത്രം പ്രതി ചേർക്കാൻ കഴിയില്ല. മാനേജ്മെന്റിനെതിരെയും കൃത്യമായിട്ടുള്ള നടപടി വേണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടു. ഇന്നലെയാണ് ഗിരിജ്യോതി CMI പബ്ലിക് സ്കൂളിലെ KG വിദ്യാർത്ഥിനി 4 വയസ്സുകാരി ഹെയ്സൽബെൻ സ്കൂൾ ബസ് കയറി മരിച്ചത്. ഒരു കുട്ടിക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. കുട്ടികൾക്കൊപ്പം ആയയില്ലാതിരുന്നതാണ് അപകടത്തിന് വഴിവെച്ചത്. വാഹനത്തിലുണ്ടായിരുന്ന 2 അധ്യാപികമാർ കുട്ടികളെ ശ്രദ്ധിച്ചിരുന്നില്ല. സംഭവത്തിൽ സ്കൂൾ അധികൃതർക്കെതിരെയും നടപടി ആവശ്യപ്പെട്ട് മരിച്ച ഹെയ്സൽബെന്നിന്റെ കുടുംബം രംഗത്തെത്തി. സ്കൂളിൽ കുട്ടികളെ നിരീക്ഷിക്കുന്നതിൽ അധികൃതർക്ക് വീഴ്ചയുണ്ടായി. ഡ്രൈവറെ മാത്രം പ്രതി ചേർക്കാനാകില്ല. മാനേജ്മെന്റിനെതിരെയും കൃത്യമായ നടപടി വേണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. മരിച്ച ഹെയ്സൽബെന്നിന്റെ സംസ്കാരം വാഴത്തോപ്പ് സെന്റ് ജോർജ് കത്തീഡ്രൽ പള്ളി സെമിത്തേരിയിൽ നടന്നു. ന്യൂസ് 18 ഇടുക്കി. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ എതിർ പാർട്ടികൾ തമ്മിൽ മാത്രമല്ല പാർട്ടിക്കാർ തമ്മിലും ഏറ്റുമുട്ടൽ പതിവായിരിക്കുകയാണ്. സീറ്റ് വിഭജന തർക്കത്തെ തുടർന്ന് കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നേതാക്കൾ തമ്മിൽ തല്ലി. DCC വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കനും DKTF ജില്ലാ പ്രസിഡന്റ് വാസുദേവനുമാണ് ഏറ്റുമുട്ടിയത്. ഈസ്റ്റ് എളേരി പഞ്ചായത്തിലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടാണ് നേതാക്കൾ തമ്മിൽ തർക്കമുണ്ടായത്. കയ്യാങ്കളിയുടെ ദൃശ്യങ്ങൾ കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ് മൊബൈലിൽ പകർത്തി പുറത്തുവിട്ടത്. കോൺഗ്രസിലെ സീറ്റ് വിഭജന തർക്കത്തിന് പിന്നാലെ കാസർഗോഡ് ജില്ലയിൽ തമ്മിലടിച്ച് നേതാക്കൾ. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലാണ് നേതാക്കൾ തമ്മിൽ കൂട്ടയടി. DCC വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കനും DKTF ജില്ലാ പ്രസിഡന്റ് വാസുദേവനുമാണ് ഏറ്റുമുട്ടിയത്. ഈസ്റ്റ് എളേരി പഞ്ചായത്തിലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടാണ് നേതാക്കൾ തമ്മിൽ തല്ലിയത്. കയ്യാങ്കളിയുടെ ദൃശ്യങ്ങൾ പകർത്തി നേതാക്കൾ തന്നെയാണ് പുറത്തുവിട്ടത്. നേരത്തെ കോൺഗ്രസിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ ജെയിംസ് പന്തമാക്കൽ
DDF എന്ന സംഘടന ഉണ്ടാക്കിയിരുന്നു. പിന്നീട് ചർച്ചകൾക്കൊടുവിൽ കഴിഞ്ഞ വർഷം അദ്ദേഹം ഉൾപ്പെടെയുള്ള 7 പേർ കോൺഗ്രസിലേക്ക് തിരിച്ചെത്തിയിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് തർക്കം ഒഴിവാക്കാൻ നേതൃത്വം കഴിഞ്ഞ ദിവസം നടന്ന കോൺഗ്രസ് യോഗത്തിൽ 5 സീറ്റുകൾ നൽകാമെന്ന് തീരുമാനിച്ചിരുന്നു. പിന്നീട് ഈ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് DCC പ്രസിഡന്റ് PK ഫൈസലിനെ ഉൾപ്പെടെ അധിക്ഷേപിക്കുന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. തർക്കം രൂക്ഷമായതോടെ ഇവർക്ക് 2 സീറ്റുകൾ മാത്രം നൽകിയാൽ മതിയെന്ന് കോൺഗ്രസ് യോഗം തീരുമാനിച്ചതാണ് ഏറ്റുമുട്ടലിലേക്ക് വഴിവെച്ചതെന്നാണ് വിവരം. KPCC വൈസ് പ്രസിഡന്റ് M. ലിജു പങ്കെടുത്ത കോർ കമ്മിറ്റി യോഗത്തിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. കയ്യാങ്കളി സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് M. ലിജുവും DCC പ്രസിഡന്റ് PK ഫൈസലും പറഞ്ഞു. KPCCയുടെ 2 ജനറൽ സെക്രട്ടറിമാർ ശ്രീ ഹക്കീം കുന്നിനും ശ്രീ K. നീലകണ്ഠനും മറ്റ് കോർ കമ്മിറ്റി അംഗങ്ങളും നമ്മൾ ഓഫീസിൽ ഇതിൻ്റെ ഫൈനലൈസ് ചെയ്യുന്ന ഒരു ചർച്ചയിലായിരുന്നു ഉണ്ടായിരുന്നത്. സ്വാഭാവികമായും പുറത്ത് നടന്നൊരു സംഭവമായിരുന്നു. ഒരു തർക്കവും വേണ്ട. പാർട്ടി കൃത്യമായി അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കും. പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി നാളെയിരിക്കെ ജില്ലയിലെ പല സീറ്റിലും തീരുമാനമായില്ലെന്നാണ് വിവരം. ന്യൂസ് 18 കാസർഗോഡ്. കൊലയാളി സംഘങ്ങളും ലഹരി സംഘങ്ങളും ഓരോ ദിവസവും നമ്മുടെ നാടിന്റെ മുക്കിലും മൂലയിലും ഭീതി പടർത്തുകയാണ്. പെൺകുട്ടികൾക്ക് നേരെ ഓരോ ദിവസവും അതിക്രമങ്ങൾ കൂടുകയാണ്. മരിച്ചുപോയവരെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ മോശം കമന്റിട്ട് ആനന്ദം കണ്ടെത്തുന്ന ചില സൈക്കോകളും നമുക്കിടയിലുണ്ട്. മരിച്ച 16-കാരിയെക്കുറിച്ച് ഫേക്ക് ഐഡിയിൽ നിന്ന് മോശം കമന്റിട്ട യുവാവിനെ മലപ്പുറത്ത് അറസ്റ്റ് ചെയ്തു. വെട്ടിച്ചിറ സ്വദേശി അബ്ദുൾ റഷീദിനെയാണ് വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. കമന്റ് പോസ്റ്റ് ചെയ്ത ജുവി 124 എന്ന അക്കൗണ്ടിന്റെ ID ശേഖരിക്കുകയും ഈ ID വെച്ച് നടത്തിയ അന്വേഷണത്തിൽ കമന്റ് ഇട്ടയാളെ തിരിച്ചറിയുകയുമായിരുന്നു. ഇതോടെ ഇന്നത്തെ പോലീസ് പെട്രോൾ പൂർണ്ണമാവുന്നു. നമസ്കാരം.